ഈ അടുത്ത കാലത്ത് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഉള്ളവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഫിസ്റ്റുല, പൈൽസ് പോലെയുള്ള ബുദ്ധിമുട്ട്. ഇത് പലപ്പോഴും ഫിസ്റ്റുലയും പൈൽസും വരുന്ന ഒരാളെ സംബന്ധിച്ച് നരകതുല്യമായ ജീവിതം എന്ന് വേണേൽ പലപ്പോഴും പറയാം. ഇത് ഡോക്ടറെ കാണാനുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകാനുള്ള നാണക്കേടോ ഒക്കെയാണ് പലർക്കും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനുള്ള കാരണങ്ങളായിട്ട് കണ്ടുവരുന്നത്. പലപ്പോഴും എന്തെങ്കിലും ഒറ്റമൂലികളോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മരുന്നുകളോ ഒക്കെ കഴിച്ച് താൽക്കാലിക ശമനം കിട്ടുന്നതിലൂടെ മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അതിന്റെ ഭീകരത പലപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കൂടെ വലുതാവുന്ന സമയത്താണ് ബോധ്യപ്പെടുന്നത്. പലപ്പോഴും സർജറികൾക്കൊക്കെ വരെ പോകേണ്ട അവസ്ഥയിലേക്ക് പലരും മാറാറുണ്ട്. ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിലൊക്കെ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ മലബന്ധമോ. ഈ രണ്ട് കാരണങ്ങൾ ഉള്ളവരിലാണ് കൂടുതൽ പേരിലും നേരത്തെ പറഞ്ഞ പൈൽസ്, ഫിസ്റ്റുല പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായി കണ്ടുവരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനായി നമ്മൾ ആഹാരകാര്യത്തിൽ കൃത്യമായ ശ്രദ്ധയും നാരുകളൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നോക്കി കഴിച്ച് ആരോഗ്യകരമായ രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ വ്യായാമങ്ങൾ ചെയ്യുക, കൃത്യമായി ഉറങ്ങാൻ ശ്രമിക്കുക, നന്നായി വെള്ളം കുടിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരിൽ ഈ ബുദ്ധിമുട്ടുകൾ താരതമ്യേന കുറവായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് പറയുന്ന പൈൽസ്, ഫിസ്റ്റുല പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി പോലുള്ള കാര്യങ്ങൾ തുടക്കത്തിലെ ഇല്ലാതാക്കി കളയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വന്നു കഴിഞ്ഞ് ചികിത്സിക്കുക എന്നുള്ളതിനെക്കാട്ടിൽ എളുപ്പം വരാതിരിക്കുക എന്നുള്ളതാണ്. വരാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനെ ഭേദമാക്കാനുള്ള കാര്യങ്ങൾ, അല്ലെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ തുടർന്ന് ചെയ്യുന്ന ഏതൊരാൾക്കും ഈ ബുദ്ധിമുട്ടുകൾ ഒന്നും വരാതെ കൃത്യമായി ആരോഗ്യത്തോടുകൂടി തന്നെ മുമ്പോട്ട് പോകാൻ കഴിയും. താങ്ക് യു.